ഒരു ക്രൈസ്തവ സഭ അംഗമായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധമായ ഗുണങ്ങളും ഉണ്ട്. ആമേൻ. ഏതൊരു ദൈവ പൈതലിന്റെയും, ഏതൊരു വിശ്വാസിയുടെയും, ഏതൊരു വിശുദ്ധന്റെയും, ഏതൊരു ആത്മീയന്റെയും, ഏതൊരു കർത്താവിന്റെ സഭയിൽ അംഗമായിരിക്കുന്ന വേദപുസ്തകവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഗുണങ്ങളുണ്ട്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അങ്ങനെയെങ്കിൽ ഇന്ന് വൈകാലം നമ്മൾ നമ്മുടെ ഗുണത്തെ പരിശോധിക്കാൻ പോവുകയാണ്, നമ്മുടെ നിലവാരത്തെ പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ അവിടെ കണ്ടുമുട്ടുവാൻ പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് വേദപുസ്തക പ്രകാരം നമ്മൾ ചിന്തിച്ചാൽ we must be fit for the faith. നമ്മൾ തീർച്ചയായും വിശ്വാസത്തിന് ചേരുന്നവരായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഏവരുടെയും വിശ്വാസം വേദപുസ്തകാധിഷ്ഠിത വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ചേരുന്നതായിരിക്കണം. നമ്മൾ ഒരു തുണി തയ്ക്കുവാൻ ഒരു ടൈലർ ഷോപ്പിൽ പോയി തയ്ക്കേണ്ട തുണി, ചിലപ്പോൾ അളവിനുള്ള തുണി, ഇതെല്ലാം കൊടുക്കും. നമ്മൾ വീണ്ടും വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയുകയോ നമ്മൾ ആവശ്യപ്പെടുകയോ ചെയ്യും, ഒന്ന് ഇട്ടു നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇട്ടു നോക്കുമ്പോൾ പുരുഷന്മാരുടെ പാന്റ് ആണെങ്കിൽ അവര് അതിന്റെ പ്ലീറ്റ് നമ്മൾ അരയുമായുള്ള ബന്ധത്തില് അത് നന്നായിരിക്കുന്നെങ്കിൽ ബാക്കിയെല്ലാം നന്നാകുമെന്നുള്ള ഒരു ധാരണയിൽ അത് ഇട്ടു നോക്കുമ്പോൾ നന്നായിരിക്കുന്നു. അതേപോലെയാണ് ഒരു ഷർട്ട് ഇട്ട് നോക്കുമ്പോൾ അതിന്റെ ഷോൾഡറുകൾ നല്ലതുപോലെ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് നല്ലതുപോലെ ആയിരിക്കും എന്നൊരു ധാരണയിൽ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകും. വീണ്ടും ഒരവസരം ഒരു തുണി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്റെ ബോഡിക്ക് ഫിറ്റായ രീതിയിൽ ആ വസ്ത്രങ്ങൾ തയ്ച്ചു തന്ന ആ ടൈലറെ അയാളുടെ ഷോപ്പിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകും. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഇതുവരെ ഞാൻ പറയട്ടെ, ഫിറ്റ് ഫോർ ദ ഫെയ്ത്ത്. ഒരു ദൈവ പൈതൽ വിശ്വാസത്തിന് തക്കവണ്ണം ഫിറ്റ് ആയിരിക്കണം. ആമേൻ. വിശ്വാസം വേദപുസ്തകത്തിൽ ഫിറ്റാണ്. അതിന് ഒരു ലൂസുമില്ല. അത് ഒരു സാഹചര്യത്തിലും നോൺ ഫിറ്റ് അല്ല. എന്നാൽ ആ വിശ്വാസവുമായി താതാത്മ്യപ്പെടുന്ന, ബന്ധപ്പെടുന്ന, ഏകീകൃതമായി തീരുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ പലപ്പോഴും അതിൽ നോൺ ഫിറ്റ് ആകാറുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. നമ്മുടെ വിശ്വാസം എല്ലാ രീതിയിലും, എല്ലാ സമയങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും, ഏത് ആവശ്യത്തിന്റെ മുഖത്തും എങ്ങനെയായിരിക്കണം? ചേർച്ചയുള്ളതായിരിക്കണം, യോഗ്യമായിരിക്കണം. പ്രിയ ദൈവമക്കളെ, എബ്രായ ലേഖനം 11 വാക്യം വായിച്ചാൽ വിശ്വാസം എന്നതോ അശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയ ദൈവമകളെ, ഈ നിശ്ചയത്തിലാണ് നമ്മുടെ ഫിറ്റ്നസ് അന്തർലീനമായിരിക്കുന്നത്. ആമേൻ. കാണാത്ത കാര്യങ്ങളുടെ സ്ഥിരതയാർന്ന ആ നിശ്ചയം, ഇതിനെ നമ്മൾ ഇച്ചിരിയുടെ മാറിപ്പോവുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കോൺഫിഡൻസ്. ആ വ്യക്തി ഒരു കോൺഫിഡന്റ് ആണ് എന്ന് നമ്മൾ പറയും. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, വേദപുസ്തകത്തിലെ മായമില്ലാത്ത പരിശുദ്ധമായ തനിമയാർന്ന ദൈവവചനം, ആ ദൈവവചനവുമായി നമ്മുടെ വിശ്വാസം എപ്പോഴും ചേർന്നിരിക്കണം, യോജിച്ചിരിക്കണം, പറ്റിയിരിക്കണം. അതിനെയാണ് വി മസ്റ്റ് ബി ഫിറ്റ് ഫോർ ദ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസവുമായുള്ള ബന്ധത്തിൽ നമ്മൾ തീർച്ചയായും യോജിച്ചിരിക്കണം, ചേരുന്ന അവസ്ഥയിലായിരിക്കണം. ഒന്നാമത്, ഒരു ദൈവ പൈതൽ വിശ്വാസത്തിന് ചേരുന്ന
ജീവിതം നയിച്ചേ മതിയാവും. വിശ്വാസം അതിൻ്റെതായ മൂല്യതയെ കാത്തു സൂക്ഷിക്കുമ്പോൾ വിശ്വസിക്കുന്ന ജനം ആ മൂല്യതയോട് പരിപൂർണമായി ചേരാതെ വരുമ്പോൾ ലോകം വഴിക്കും വിശ്വാസവും വിശ്വാസിയും തമ്മിൽ വളരെ അകലത്തിലാണ് എന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ആമേൻ. നമ്മുടെ വിശ്വാസം വേദപുസ്തകവുമായുള്ള ബന്ധത്തിൽ ഫിറ്റാകണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ടതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതു നിമിഷങ്ങളിലും നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങൾ വഴിയിൽ പറ്റുപോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നശിക്കാതെ ഇരിപ്പാൻ പുത്രനെ ചുംബിക്കുകയും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മൾ ഏത് വഴിയെ, ഏത് യാത്രയിൽ, ഏത് ജോലിയിൽ, ഏത് സമയത്തും, ഏതിടത്തും നമ്മൾ നമ്മുടെ കർത്താവിനെ ആദരം കൊണ്ട് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ആ ആദരം കൊണ്ട് പറയുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, യോഹന്നാൻ പറയുന്നത് പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കൾ ആകുന്നു. യോഹന്നാൻ 1:12 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനും അവനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോസ്തലപ്രവൃത്തി 4:12 അത് യേശു എന്ന നാമം. ആമേൻ. ആ നാമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉരുവിട്ടുകൊണ്ടേ മുന്നോട്ട് പോയാൽ നിന്റെ ഏത് യാത്രയിലും നിന്നെ രക്ഷിക്കുവാൻ ആ വചനത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു ക്രൈസ്തവൻ, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, കർത്താവിന്റെ സഭയിലെ ഒരംഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രിയ ദൈവമക്കളെ, വിശ്വാസ സംബന്ധമായി അതിനോട് താതാത്മ്യപ്പെട്ട് ഏകോപിച്ച് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, our faith is all knowing every time. ഏത് സമയത്തും എല്ലാം അറിയുന്നതാണ് നമ്മുടെ വിശ്വാസം. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വലുതാണെങ്കിൽ every time all knowing, ഏത് സമയത്തും എല്ലാം നമ്മൾ അറിയും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അറിയിക്കും. നിന്റെ മുന്നിൽ വരുന്ന ആപത്ത് നിന്റെ ദൈവം നിന്നെ അറിയിക്കും. നിന്റെ വലത്ത് വരുന്ന ആപത്ത്, നിന്റെ ഇടത്ത് വരുന്ന ആപത്ത്, നിന്റെ വടക്കേ വരുന്ന ആപത്ത്, അത് ദൈവം നിന്നെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നാൽ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ ഇരുവക്കാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകിയാൽ, ദൈവം നമുക്ക് വരെ ചുമതല നൽകിയാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം എല്ലാം അറിയുന്ന പെയ്താണ്. അത് മാത്രമല്ല പ്രിയ ദൈവമക്കളെ, നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ അറിയിക്കും. ആമേൻ. അതുകൂടെ നിങ്ങൾ ഓർക്കണം. എന്നിൽ, ആമേൻ, ദൈവം എന്റെ ജീവിതത്തിന് വേണ്ട ആലോചന അറിയിക്കുന്നത് എന്നിലാണ്. അങ്ങനെ എന്നിൽ ദൈവം അറിയിക്കുന്ന
ആലോചനയ്ക്ക് തക്കവണ്ണം ഞാൻ എന്റെ ജീവിതത്തെ നയിച്ചാൽ നീ ആയുഷിന്റെ മധ്യത്തിൽ പോകത്തില്ല. ഒന്നാമത് നമ്മള് വിശ്വാസത്തിന് ചേരുന്ന വിശ്വാസ ജീവിതം നയിക്കണം എന്ന് കാണുകയാണ്. രണ്ടാമത് we should be spiritually fit. നമ്മൾ ആത്മീയമായി അതിനോട് താരതമ്യപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയം അതിനോട് ചേരണം. വിശ്വാസം ചേരുന്നു, അത് ഈ ബൈബിളിലുണ്ട്. രണ്ടാമത് ആത്മീയ ചേരണം. അപ്പോസ്തലപ്രവൃത്തി 1-8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദ്യ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ഇതാണ് we should be spiritually fit. നമ്മൾ ആത്മീയമായി പൊരുത്തപ്പെടണം, ഏകീകരിക്കണം എന്ന് പറയുന്നതിന്റെ സ്ഥാനം. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ അത് സംഭവിച്ചാൽ നമ്മൾ അവന്റെ സാക്ഷിയായി തീരുക, കർത്താവിന്റെ സാക്ഷിയായി തീരുക. പ്രിയ ദൈവമക്കളെ, എഫെസ്യ ലേഖനം 2-ാം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും കൂട്ടി ഇണക്കപ്പെടുകയും കർത്താവിൽ വിശുദ്ധി ആലയമായി വളരുകയും ചെയ്യുന്നു. ആമേൻ. ഇതാണ് സ്പിരിച്വൽ ഫിറ്റ്നസ്, ആത്മീയമായ ചേർച്ച, ആത്മീയമായ യോജിപ്പ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ യേശു ക്രിസ്തുവിൽ ചേർന്ന് ഒന്നായി പണിയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ ആർക്കും തോൽപ്പിച്ച് തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. നമ്മളെ ആരെങ്കിലും തോൽപ്പിച്ച് നമ്മളെ തകർത്ത് നമ്മളൊന്ന് മാറിയാൽ ഈ ഒരുമിച്ചുള്ള കെട്ടുവഴിയിൽ നിന്ന് നമ്മൾ വിട്ടു പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ആമേൻ. ദൈവമക്കളെ, നമ്മൾ കർത്താവ് യേശുവുമായി ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മളെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിടവുണ്ടാകുമ്പോൾ ആ വിടവിലൂടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹഭാവത്തിൽ കയറി വന്ന് നമ്മളെ കടിച്ചു വീഴ്ക്കും. അതുകൊണ്ട് നമ്മുടെ ആ ഫിറ്റ്നസ് അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത് വിശ്വാസ സംബന്ധമായി നമുക്ക് നല്ലൊരു ചേർച്ചയുണ്ടായിരിക്കണം. രണ്ടാമത് ആത്മീയമായി നമുക്കൊരു ചേർച്ച ഉണ്ടായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇരുവക്കാൻ അമർപ്പിക്കുകയാണ്. ഗലാത്യർ 2-ാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ എല്ലാറ്റിലും ചേർന്നിരിക്കുമ്പോൾ ആർക്കും ഒന്നിക്കാൻ പറ്റില്ല. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ ഒരു വലിയ അനുഭവമാണ് നെബൂഖദ്നേസറിന്റെ പടുകൂറ്റൻ തീച്ചൂളയുടെ നടുവിൽ ദാനിയേലിനെയും സുഹൃത്തുക്കളെയും ഇട്ടപ്പോൾ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവരുണ്ടോ ഇല്ലയോ എന്ന് നോക്കുവാൻ നെബൂഖദ്നേസർ രാജാവ് ചെന്ന് നോക്കിയപ്പോൾ 3 പേരെ അഗ്നികുണ്ഡത്തിലിട്ടു. ഇതാ 4 പേരതിനകത്ത് നടക്കുകയാണ്. നെബൂഖദ്നേസർ എന്ന അവിശ്വാസിയായ ബാബിലോൺ രാജാവ് തന്റെ നാവ് കൊണ്ട് വിളിച്ചു പറയുകയാണ്, 4ാമത്തവനെ കണ്ടിട്ട് അവനെ ദൈവദൂതനെ പോലെ തോന്നുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ശത്രു നിന്നെ ചിഹ്ന ഭിന്നം വലിച്ചു വീഴുമ്പോൾ അതിന്റെ നടുവിൽ എന്റെ യേശു എന്ന ആ മഹാന്മാരായി ഇറങ്ങി വന്നാൽ ഒരു ശത്രുവിനും നിന്റെ മുന്നിൽ നിൽക്കുവാൻ കഴിയില്ല. ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ച ആ കാര്യം ഈ ചൂളയിൽ ഇട്ട നെബൂഖദ്നേസർ തന്നെ പറയുകയാണ്, 3 പേരെ ചൂളയിലിട്ടു, ഇപ്പോൾ 4 പേരുണ്ടോ. 4ാമത്തവനെ കണ്ടിട്ട് നമ്മളിട്ട 3 പേരെ പോലെയല്ല, അവൻ സ്വർഗീയ മാലാഖയെ പോലെ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ.
അടുക്കത്തില്ല എന്ന് പറഞ്ഞവൻ ദൈവമെങ്കിൽ ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞവന്റെ കർത്താവെങ്കിൽ അവൻ നാലാമതായി ആ തീച്ചുളയിൽ ദാനിയേലിന്റെ കൂട്ടരുടെയും അടുക്കൽ ഇറങ്ങി വന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, ശത്രു നിന്നെ ചെകഞ്ഞ് ഉന്മൂലം ചെയ്യുവാൻ പോകുമ്പോൾ അവിടെ എന്റെ കർത്താവ് ഇറങ്ങി വന്നാൽ നിനക്കൊരു ദോഷം ചെയ്യുവാൻ ഒരു സാത്താന് കഴിയുന്നില്ല. അതുകൊണ്ടോ ഇന്നുമേക്കാൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് വിശ്വാസ സംബന്ധമായി നമുക്കൊരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. രണ്ടാമത് ആത്മീയമായി നമുക്കൊരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. മൂന്നാമത് വി ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ്. നമ്മൾ ശരീര സംബന്ധമായും ഒരു ചേർച്ച യോജിപ്പിൽ ആയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ആമേൻ, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ആന്തരികമായ അവസ്ഥ മാത്രം ദൈവസന്നിധിയിൽ ഫിറ്റായാൽ പോരാ, നമ്മുടെ ശരീരവും ഫിറ്റാകണം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ഒരാൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവസേവയിൽ ഇറങ്ങാതെ എവിടെയെങ്കിലും ഇരുന്നാൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് പലക്കാലം നമ്മൾ ഈ പള്ളിയിൽ വന്നത്, ഇവിടെ ഇരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അറിയാമോ? നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളതുകൊണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവാലയത്തിൽ വരാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഷുഡ് നോട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു കാരണവശാലും അവർക്ക് ഒരു ശരീര സംയോജന യോജിപ്പോ ലയനമില്ല. പലപ്പോഴും പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ മറക്കരുത്. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോയില്ല, എല്ലാം പോയി. പള്ളിയിൽ പോയില്ലെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല. ആമേൻ. അതുകൊണ്ട് പോകുന്നവർക്ക് ആ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, പോകാത്തവർ അത് ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കാനാണ് നമ്മൾ പോകുന്നത്. ആമേൻ. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ. ഉപേക്ഷയായി വിചാരിച്ചാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഡൗൺ ആയിപ്പോകും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് ദൈവവചന സംബന്ധമായി നമുക്കൊരു ഫിറ്റ്നസ് ഉണ്ടാകണം. രണ്ടാമത് ആത്മീയമായി നമുക്കൊരു ഫിറ്റ്നസ്, യോജിപ്പ്, ചേർച്ച, പൊരുത്തം, ഒരു ലയനം ഉണ്ടാകണം. അപ്പോസ്തലപ്രവൃത്തി 27 ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാം, അവിടെ ഒരു ആൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാതെ പോയി. നിങ്ങൾക്കറിയാം, യുത്തിക്കോസ് അപ്പം നുറുക്കുന്ന കർത്തൃമേശ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ പൗലോസിന്റെ സെന്റ് ഓഫ് സ്പീച്ച് ആ പള്ളിയിൽ നടക്കുകയാണ്. എല്ലാവരും ഫിസിക്കൽ ഫിറ്റ്നസോടെ അവിടെ ഇരിക്കുമ്പോൾ ഒരാള് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാതെ ഇരുന്നു. 3 നിലയുള്ള പള്ളിയാണ്. മുകളിലത്തെ നിലയിൽ നിന്ന് അദ്ദേഹം മറിഞ്ഞ് താഴെ വീണ് മരിച്ചുപോയി. അപ്പോസ്തലനായ പൗലോസ് ദൈവകൃപയാൽ അവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യം. പൗലോസ് ചെന്ന് അവനെ തട്ടിത്തടവി അവന്റെ ആത്മാവ് അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വരികയാണ്. മക്കളെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു പ്രാർത്ഥനാ സ്ഥലത്ത്, ഒരു യോഗ സ്ഥലത്ത് മസ്റ്റായി പള്ളിയിൽ ഉണ്ടാകും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അതുകൊണ്ട് പള്ളിയിൽ പോകാതെ ഇരിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്തവർ മാത്രം. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അവര് സാഹചര്യം ഒന്നും വിചാരിക്കത്തില്ല. അവരുടെ ജീവിതത്തിന്റെ ആ സമയം വരെയുള്ള ദൈവത്തിന്റെ മഹാകരുണയെ ഓർത്ത് അവർ പോകും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്, അവർ പോലീസ് ആൾക്കാരോ നമ്മുടെ ശരീരങ്ങൾ അത് കർത്താവിന്റേതാണ്, അത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട്
നമുക്കൊരു ശാരീരികമായ സംയോജന ലയന യോജിപ്പ് ദൈവാലയത്തിൽ വേണം. കാരണം നമ്മൾ കർത്താവിന്റെ ശരീരമാണ്. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ മറക്കരുത്. ഒന്നാമത് ദൈവവചനത്തോട് നമ്മൾ താതാത്മ്യപ്പെട്ട് പൊരുത്തപ്പെട്ട് ചേർച്ചയുള്ളവരായി ജയിച്ചിരിക്കണം. രണ്ടാമത് മാനസികമായി നമ്മൾ കർത്താവുമായി പൊരുത്തപ്പെട്ട് ജയിച്ചിരിക്കണം. മൂന്നാമത് ശരീര സംബന്ധമായി നമ്മൾ കർത്താവിനോട് പൊരുത്തപ്പെട്ട് ലയിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വി ഷുഡ് ബി എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് കൂടെ ഒരു പൊരുത്തം ഉണ്ടാകണം. അപ്പൊ ചിലർ ചോദിക്കും, വിശ്വാസികൾ വിദ്യാഭ്യാസപരമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നല്ല ഒട്ടനവധി ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇത് വായിച്ച് പഠിച്ച് അപഗ്രഥിച്ച് നിങ്ങൾ ഇതിനെ അയവിറക്കുക. അങ്ങനെ ദൈവവുമായിട്ട് നമുക്ക് വിദ്യാഭ്യാസപരമായി ഒരു നല്ല ചേരൽ, ഒട്ടിച്ചേരൽ, ഒരു ലയം ഉണ്ടാകും. അതാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, ഞാൻ വരുവോളം വായന, ചിന്ത, പ്രബോധനം എന്നിവയിൽ ഉറ്റിരിപ്പീൻ. സമയങ്ങൾ കിട്ടുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കാതെ ഇതിനെ വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് പഠിച്ചുകൊണ്ട് ഒരു വിദ്യാസമ്പന്നമായ ഫിറ്റ്നസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യിരെമ്യാവിന്റെ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഉദാസീനതയോടെ ആണ് നമ്മുടെ വിശ്വാസ ജീവിതമെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരോട് പറയുന്നു. യിരെമ്യാവ് 48:10. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പള്ളിയിൽ വന്നിരുന്ന് മാത്രം പോരാ, വീട്ടിലിരിക്കുമ്പോഴും ഇതിനെ കൈവിടരുത്. ആമേൻ, ഹല്ലേലൂയ. ഒരു വീട്ടിൽ ചെന്ന് വേറെ പുസ്തകമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും ആ വീട്ടിലേക്ക് കയറി വരുന്ന നിങ്ങളുടെ വീടിന്റെ പ്രധാന സ്ഥലത്ത് ഇതൊരെണ്ണം കാണണം. എവിടെയും പോയി ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത പൊടി പിടിച്ചിരിക്കുന്നു തപ്പിത്തടഞ്ഞ് നിങ്ങൾ തുറച്ചുകൊണ്ട് വരേണ്ട ഗതികൾ ഉണ്ടാകരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയല്ലോ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം വായിച്ചാൽ, 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം നമ്മൾ വായിച്ചാൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരുവൻ ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവനെയും തിരിച്ചറിയുകയില്ല. കണ്ടോ, ഇതിനെ ഒരുവൻ തിരിച്ചറിയുന്നില്ല എങ്കിൽ ദൈവം അവനെയും തിരിച്ചറിയാതെ പോകും. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, ഒരു സഭ അംഗം, ഒരു സഭാ മെമ്പർ, അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വിശ്വാസവുമായി ഏകീഭവിച്ച് താതാത്മ്യപ്പെട്ട് പൊരുത്തപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത് മാനസികമായി, ആത്മീയമായി, ദൈവവുമായി, വിശ്വാസ സംബന്ധമായി, ജീവിതപരമായി തനിക്ക് പൊരുത്തമുണ്ടായിരിക്കണം. മൂന്നാമത് ശരീരപരമായി, ശരീര സംബന്ധമായി, ദൈവവിശ്വാസവുമായി നമുക്കൊരു പൊരുത്തമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ശരീരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുതെന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, പിന്നീട് നമ്മൾ ലാസ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം അത് ദൈവ സന്നിധിയിൽ ദൈവമായിട്ടൊരു പൊരുത്തമുണ്ടാകണം. ഞാൻ ഒരു സ്കൂളിലെയോ കോളേജിലെയോ ഒരു ലൈബ്രറിയിലെയോ വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഈ വേദപുസ്തകം പഠിച്ച് അതിനെ വിവേചിച്ച് അതിനെ ചിന്തിച്ച് അതിനെ ധ്യാനിച്ച് അതുമായി ഏകാഗ്രതയിൽ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ എഡ്യൂക്കേഷനിലി ഫിറ്റ്. പ്രിയ വാത്സല്യമുള്ള ദൈവമാണ്. അങ്ങനെ നമ്മൾ ജീവൻ ധന്യമായി തീരുവാൻ വാത്സല്യമുള്ള കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ എന്റെ ആയുസ്സിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ മുന്നേറും. ഞാൻ വഴിയിൽ പട്ടുപോകത്തില്ല. എന്റെ ദൈവം എന്നോടുകൂടെയുണ്ടോ? എന്നാൽ ഇന്നയോളം നടത്തിയ വിടങ്ങളെ മറക്കരുത്.
പ്രിയ ദൈവമക്കളെ, ദൈവം ഇസ്രായേൽ ജനത്തോട് മോശയോട് പറഞ്ഞത്, മരുഭൂമിയിൽ നിങ്ങളെ നടത്തിയ ദിനങ്ങളെ നിങ്ങൾ മറക്കരുത്. പ്രിയ ദൈവമക്കളെ, ദൈവം അവർക്ക് കൊടുത്തത് എത്രയോ അത്ഭുതകരമായ സഹായ വിടുതൽ. അതിനെ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഈ സമയം വരെയും ദൈവം നടത്തി ചെയ്തിരിക്കുന്ന നന്മകളെ, ഉപകാരങ്ങളെ മറക്കാതെ നന്ദിയുള്ളവരായി നമ്മൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഈ രീതിയിലുള്ള ചർച്ച നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നാൽ മതി. അവൻ നമ്മളെ വഴിയിൽ ഇട്ട് കളയത്തില്ല, വഴിയിൽ കൈവിട്ട് കളയത്തില്ല, വഴിയിൽ ഉപേക്ഷിച്ച് കളയത്തില്ല, വഴിയിൽ നമ്മൾ പട്ടുപോകാൻ അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ.